കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം വഴിപാട് നിർമ്മാണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് നേരിട്ട് നടത്തുന്നതായിരിക്കും. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം വഴിപാട് നിർമ്മാണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് ഏറ്റെടുത്ത് നടത്താൻ നിശ്ചയിച്ച ഉത്തരവ് റദ്ദാക്കിയതായുള്ള മാധ്യമ വാർത്തകൾ വസ്തുതാവിരുദ്ധം തന്നെയാണ് എന്ന് ബോർഡ് പത്രക്കുറിപ്പിൽ അറിയിച്ചിരിക്കുകയാണ്. 2025 മെയ് 21 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിച്ചു ചേർത്ത ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറുടെ യോഗത്തിലാണ് വഴിപാട് നിർമ്മാണം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് നടന്ന ബോർഡ് യോഗത്തിൽ ഉണ്ണിയപ്പ നിർമ്മാണ കൂട്ട് ഉൾപ്പെടെ നിശ്ചയിച്ച് ഉത്തരവായിട്ടുണ്ടായിരുന്നു. മുൻ മേൽശാന്തിയുടെ വീഡിയോ ബൈറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിന് ചേർക്കുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം പരകുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഗണപതി ക്ഷേത്രത്തിലെ അല്ല, വേറെ ഏതോ ക്ഷേത്രത്തിൽ അവർക്കെന്തോ അബദ്ധം പറ്റിയതായിരിക്കാം. പിന്നെ ഇവിടെ ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചരി കുതിർത്ത് പൊടിച്ച് അതിൽ ശർക്കര, എത്ര അരി ഇടുന്നോ അത്രയും ശർക്കര, അത് കഴിഞ്ഞ് അതിൽ ഏലക്കാപ്പൊടി, ചുക്കുപൊടി, പിന്നെ പാളന്തോടൻ പഴം, അത് നല്ലതുപോലെ ഇടിച്ച് പരുവമാക്കിയാണ് ഇടുന്നത്. അല്ലാതെ കണ്ടിച്ചിടുക അങ്ങനെയൊന്നുമല്ല, നല്ല രീതിയിൽ ആ മാവുമായിട്ട് ചേരത്തക്ക രീതിയിലാക്കി ഇട്ട് കുഴയ്ക്കുന്നത്. അപ്പം ശർക്കരയും ഈ അരി ഒരേ അളവ് വരും. അങ്ങനെ ആ രീതിയിൽ വരുമ്പോഴത്തേക്ക് പിന്നെ അതിന് ശേഷം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഒരു സമയത്ത് ആ വെളിച്ചെണ്ണയുടെ മണം കിണതമ്പലത്തിൽ ഉണ്ണിയപ്പം വാർത്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഈ തെക്കേ റോഡ്, കച്ചേരി മുക്കിലൂടെ ഒക്കെ പോകുന്ന വാഹനങ്ങളിൽ ഇരിക്കുമ്പോഴത്തേക്ക് എന്നെ അറിയാനൊക്കുമായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ വാഹനങ്ങളുടെ ബാഹുല്യവും പിന്നെ എണ്ണയുടെ ഗുണനിലവാരം അന്ന് എന്തായാലും അന്നത്തെ ആ ഗുണനിലവാരം ഇന്ന് എങ്ങനെ നോക്കിയാലും കിട്ടത്തില്ല. നാളികേരത്തിൻ്റെ ഒരു വിഷയം, നാളികേരം നല്ലവണ്ണം മൂപ്പെത്തിയ നാളികേരം അല്ല വരുന്നത്. അപ്പോൾ ആ വരുന്ന നാളികേരം വെച്ച് എണ്ണ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. അത് സ്വാഭാവികമാണ്. അപ്പം അതെല്ലാം അറിഞ്ഞുകൊണ്ട് അതിൽ നിന്നെല്ലാം മാറ്റി നല്ല രീതിയിൽ ഉണ്ണിയപ്പം ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിനോട് നാട്ടുകാർക്കും പൊതുവിൽ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഉള്ളത്. അത് വേണമെന്ന് തന്നെയാണ് എല്ലാവർക്കും അഭിപ്രായം. ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേകതയാണ്. അത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭക്ഷിച്ചിട്ടുള്ളവർക്കും ആ പ്രസാദം വാങ്ങി കഴിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അതോണം ചിരപരിചിതമായിട്ടുള്ള കാര്യമാണ്. അതിനെപ്പറ്റി ഇനി വിശദീകരിക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ കൂട്ടെന്ന് പറയുന്നത് ആ ഗണപതിയിൽ ഉത്തമ വിശ്വാസത്തോടെ അവിടെ വന്ന് ആ മഹാഗണപതി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആൾ അവിടെ സ്വാഭാവികമായിട്ട് ആ ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിലുണ്ടാകുന്ന ഒരു കൂട്ടാണ്, ആ മനസാന്നിധ്യമാണ് അവിടുത്തെ ആ ഒരു നേതൃത്വത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ ഇരിക്കുന്ന ആൾക്കാർ വേറൊരു സ്ഥലത്ത് പോയി ഇതുപോലെ വെച്ചാൽ പോലും ഇതുപോലെ ഇതേ അവിടെ ആ കൂട്ടുണ്ടാക്കിപ്പോലും വെച്ചാൽ പോലും ഇതുപോലത്തെ ടേസ്റ്റോ ഉണ്ണിയപ്പത്തിനുള്ള അവിടുത്തെ ഒരു മഹത്തരവും ഉണ്ടാകത്തില്ല. അതൊരു ആ മഹാനദിയിലുള്ള ഒരു വിശ്വാസവും ആ മഹാനദി തരുന്ന ഒരു എന്തോ പറയുന്ന അതിനൊരു അനുഗ്രഹം കൂടെയാണ്. അപ്പോൾ ആ അനുഗ്രഹത്തോടു കൂടെ അവിടെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനാണ് പ്രാധാന്യം. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രാധാന്യം നിലനിർത്തി അങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് കൈകാര്യം ചെയ്ത് പോകാൻ വേണ്ടി ദേവസ്വം ബോർഡ് ശ്രമിക്കുക. അപ്പം ഇപ്പോഴത്തേക്ക് ഈ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങുകയും ചെയ്യും, ഇതിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുകയും ചെയ്യും, എല്ലാം ഭംഗിയാവുകയും ചെയ്യും. ഞാൻ ഗണതമ്പലത്തിലെ ഇപ്പോഴത്തെ ഒരു ഉണ്ണിയപ്പവുമായിട്ട് സംബന്ധിച്ച ഒരു വിവാദം എന്ന് പറയാനൊക്കത്തില്ല, എന്നാലും വിവാദം അല്ലാതെ ഇല്ല. ആ രീതിയിൽ നാടും കേരളം ഒട്ടാകെ തന്നെ ഒരു ചർച്ചാ വിഷയം, ഓരോ സ്ഥലത്തു നിന്ന് ഓരോരുത്തർ വിളിച്ച് പറയുകയും വിളിച്ച് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാര്യങ്ങൾ ഇപ്പം നടന്നു വരുന്നുണ്ട്. ഈ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് സംബന്ധിച്ചിട്ടും ഉണ്ണിയപ്പം ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു എന്നുള്ളത് സംബന്ധിച്ചും ഉള്ള കാര്യങ്ങൾ. ഇതിൽ നിന്ന് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയപ്പം ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു എന്ന് പറയുന്നതിൽ എതിർപ്പൊന്നുമില്ല, നാട്ടുകാർക്ക് എതിർപ്പൊന്നുമില്ല. അത് ഭംഗിയായിട്ട് നടക്കണം എന്നേ ഉള്ളൂ. ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് എന്ന് പറയുന്നത് ഇവർ ഈ ഇട്ടിരിക്കുന്നതൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പച്ചരി, ശർക്കര, അത് കഴിഞ്ഞാൽ പാളന്തോടൻ പഴം, നാളികേരം, തിരുമിയിട്ട നാളികേരമോ. അപ്പോഴത്തേക്ക് അതിന് ഒരു സ്പോഞ്ചിൻ്റെ ഒരു ഇത് വരുന്ന ഉണ്ണിയപ്പത്തിന് തിരുമിയ നാളികേരം, പിന്നെ ചുക്കുപൊടി, ഏലക്കാപ്പൊടി. ശേഷം ചൂടായിട്ട് തന്നെ ഇരിക്കുന്ന ഓരോ കാര വാർക്കുമ്പോഴും അതിൻ്റെ മേളിൽ പഞ്ചസാര വിതറി പിന്നെ ഗണപതിയുടെ മുമ്പ് കൊണ്ടുപോയി അത് നേദിച്ചതിന് ശേഷമാണ് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. അപ്പം ഈ ഗണപതി ഭക്ഷിച്ച ആ ഉണ്ണിയപ്പത്തിന് ടേസ്റ്റ് ഒരു ക്ഷേത്രങ്ങളില്ലാത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഗണപതിയുടെ മുമ്പേ വെച്ച് തയ്യാറാക്കി മഹാനദി കണ്ടുകൊണ്ടിരിക്കുക.
പക്ഷേ ഭക്തജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുക. ഭക്തജനങ്ങൾ കാണുമ്പോഴും ഉണ്ടാകുന്ന നമുക്ക് ഒരു മനസ്സിലൊരു ഒരു അടുപ്പിൽ കിടക്കുന്ന ഒരു സാധനം കാണുമ്പോഴത്തേക്ക് നമുക്കൊരു മനസ്സിലൊരു പ്രത്യേകത തോന്നുമല്ലോ. അതുപോലെ മഹാഗണപതിക്കുണ്ട്. ആ മഹാഗണപതി കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം മഹാഗണപതി ഇപ്പോൾ എനിക്ക് കൊണ്ടുവരുമായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് അതിനെ കൃത്യമായിട്ട് കൊടുത്ത് മഹാഗണപതിക്ക് കൊണ്ട് നേദിക്കുന്നത്, ആ നേദ്യം നടക്കുന്ന ആ കാലത്തോളം കൊട്ടാരക്കരയിൽ ഒരു വിഷയങ്ങളും ഇല്ലായിരുന്നു. അത് എന്ന് അതിനൊരു മാറ്റം വന്നു, അത് മുതൽ ഈ വിഷയങ്ങളും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി തുടങ്ങിയത്. എൻ്റെ അപ്പൂപ്പനായിരുന്നു, ഗോവലം പോറ്റിയായിരുന്നു ഇവിടുത്തെ ഉണ്ണിയപ്പത്തിൻ്റെ തുടങ്ങി. അന്ന് മേശാന്തിയും കീശാന്തിയും ഒന്നുമില്ല, ഒറ്റശാന്തി ആയിരുന്നു. അതിനുശേഷം അപ്പൂപ്പൻ്റെ നിർദ്ദേശപ്രകാരം, അപ്പൂപ്പൻ ബോർഡിൽ ആവശ്യപ്പെട്ട പ്രകാരമാണ് മേശാന്തിയെ വയ്ക്കുന്നത്. അന്ന് താമരക്കുടി കുട്ടംപൊറ്റി എന്ന് പറയുന്ന ദേവമായിരുന്നു മേശാന്തിയായിട്ട് ആദ്യം വരുന്നത് ഇവിടെ. അതിനുശേഷം അപ്പൂപ്പൻ്റെ കാലം കഴിയുമ്പോഴത്തേക്ക് ഹരിദാസൻ പോറ്റി, അപ്പൂപ്പൻ്റെ മകൻ, ഒരു 10-20 വർഷത്തോളം അവിടെ ഇതുമായിട്ട് ഉണ്ണിയപ്പത്തിന് ഇത്രയും പ്രചാരം ഉണ്ടാക്കിയെടുത്തത് ഈ ഹരിദാസൻ പോറ്റി എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും ഹരിയണ്ണൻ എന്ന് പറയുന്ന ഹരിത്തിരുമേനി, എൻ്റെ അമ്മാവനും കൂടെ ഹരിത്തിരുമേനിയായിരുന്നു. ആ ഹരിത്തിരുമേനിയൊക്കെ ഒരിക്കലും മറക്കാനോ ഒന്നിനും ഒക്കത്തില്ല. ഇപ്പം ഒരു കാര്യം നടക്കുമ്പോഴോ, ഞാൻ എൻ്റെ അമ്മാവനായിട്ട് പറയുന്നതല്ല, ഒരു കാര്യങ്ങൾ നടക്കുമ്പോഴോ, ഒരു വിഷയങ്ങൾ നടക്കുമ്പോഴോ, അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോഴോ അദ്ദേഹമായിട്ട് ഒന്ന് ബന്ധപ്പെടുകയോ ഒന്ന് സംസാരിക്കുകയോ ചെയ്യുന്ന കാലം തന്നെ പോയി. അങ്ങനെ ഒരു കാലമേ ഇല്ല, അങ്ങനെ ഒരു കാര്യമില്ല. അതാ ഇവിടുത്തെ ഈ ഇത്രയും വിഷയങ്ങൾ ഉണ്ടാവേണ്ട ഒരു കാര്യം. എന്തായാലും മുൻകാലങ്ങളിൽ ഉണ്ടാക്കിയവർ അതുപോലെ ഒന്നും പോകാനൊക്കത്തില്ലായിരിക്കും. പക്ഷേ അതിൽ കുറച്ചെങ്കിലും രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു സഹായവും അവരുടെയൊക്കെ ഒരു അഭിപ്രായവും ഒക്കെ വേണമായിരുന്നു. അതില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാര്യവും ഇങ്ങനെയൊക്കെ വന്നത്. ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളൊക്കെ ആവശ്യമില്ലാത്തതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും സഹകരിച്ച് ഞാൻ ഈ പറഞ്ഞ എല്ലാവരുമായിട്ടും ഇടപെട്ടും എല്ലാവരും കൂടി ആലോചിച്ച് കൂട്ടായിട്ട് തീരുമാനിച്ച് അവിടെ എന്തെങ്കിലും ഒരു തർക്കം വരുമ്പോഴത്തേക്ക് സമാധാനമായിട്ട് അവർ തന്നെ തമ്മിൽ ഒത്തുതീർപ്പാക്കിയിട്ട് തർക്കങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു കാര്യം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം. ഇത് എന്തെങ്കിലും ഒരു ചെറിയൊരു വിഷയം വരുമ്പോൾ അയാൾ ഇത് പറയാനാരാ, അയാളിൽ സംസാരിക്കാനാരാ എന്നുള്ളൊരു ഈഗോ എല്ലാവരും കളഞ്ഞിട്ട് മഹാഗണപതിക്ക് വേണ്ടി എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഈ ഉണ്ണിയപ്പ പ്രസാദം മഹത്തരമാക്കണമെന്നും ഇതിനുണ്ടാകുന്ന വിവാദങ്ങളെല്ലാം കെട്ടടങ്ങണമെന്നും ആണ് എൻ്റെ താഴ്മയായിട്ടുള്ളൊരു അഭിപ്രായം. കൂട്ടുമായി ബന്ധപ്പെട്ട ചില അവ്യക്തതകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നതിനാൽ ഉണ്ണിയപ്പ നിർമ്മാണക്കൂട്ടിൽ ഭേദഗതി വരുത്തുക മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഭക്തജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള ഉണ്ണിയപ്പ വഴിപാട് പ്രസാദം നൽകുക എന്നതാണ് ഇതിലൂടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത് തന്നെ. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ മുൻ കീശാന്തിയും ഇതിന് പ്രതികരിച്ചിരിക്കുകയാണ്. ഈ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പ നിർമ്മാണവും അതിൻ്റെ വഴിപാട് കാര്യങ്ങളിലുള്ള കുറച്ച് വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഏതാനും മാസങ്ങളെ ഇരുന്നുള്ളൂ എങ്കിലും ഞാൻ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ മുൻ കീശാന്തി എന്ന നിലയ്ക്ക് അതിനകത്തുള്ള കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ഗണപതി ഭഗവാന്റെ പ്രധാന നിവേദ്യമായ ഉണ്ണിയപ്പ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായിട്ടുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ണിയപ്പം വഴിപാട് ഏറ്റെടുക്കുന്നതായി വാർത്ത കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡായാലും കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ഇതുവരെ ഉണ്ണിയപ്പത്തിൻ്റെ ചുമതലയുള്ള കീശാന്തിമാരായാലും അത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ്. കാരണം അതിൻ്റെ കൂട്ട് നിർമ്മാണവുമായി നല്ല സാധനങ്ങൾ ചേർത്ത് ഭഗവാനോടുള്ള കടപ്പാടെന്ന നിലയിൽ ഒരുപാട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വസ്തുതയാണ് ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പ വഴിപാട്. അപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് യോജിപ്പുമില്ല. കാരണം മുൻ കീശാന്തി നിലയിൽ അതിനകത്തെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഭഗവാന്റെ നിവേദ്യം ഉണ്ടാക്കി മഹാഗണപതിക്ക് നേദിച്ചതിന് ശേഷം പുറത്ത് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് മറ്റു ക്ഷേത്രങ്ങളെ പോലല്ല. അതുകൊണ്ട് ഇത് ദേവസ്വം ബോർഡ് ഏറ്റെടുത്താലും ആ രീതിക്ക് എങ്ങനെ തുടരും എന്നുള്ള ഒരു ആശാവഹമായ ചിന്ത എല്ലാവർക്കും ഉണ്ട്. അതിനുകൂടി പരിഹാരം കണ്ട് ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പ നിർമ്മാണം അതിൻ്റെ പവിത്രതയോടും കാര്യസ്ഥതയോടും കൂടി ഭംഗിയായി ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തോടെ നിറവേറ്റി മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
അതായത് മറ്റ് ക്ഷേത്രങ്ങളെ പോലല്ല. കാരണം രാവിലെ ക്ഷേത്രം തുറന്നു കഴിഞ്ഞാൽ പ്രധാന അടുപ്പ് കത്തിച്ച് അതിനകത്തുണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഭഗവാനെ നേദിച്ച് തുടങ്ങുന്നത് മുതൽ ആ കാരക ഉൾപ്പെടെയുള്ള മറ്റ് കാരകളിലെല്ലാം ഉണ്ണിയപ്പം ഭഗവാനെ നേദിച്ച് പുറത്ത് കൊടുക്കുന്ന രീതിയാകുമ്പോൾ ദേവസ്വം ബോർഡ് നടത്തുമ്പോൾ അത് ആ രീതി കൂടി പിന്തുടർന്ന് കഴിഞ്ഞ ശബരിമല തീർത്ഥാടന കാലത്ത് നിലയ്ക്കൽ, എരുമേലി, പന്തളം എന്നീ ദേവസ്വങ്ങളിലെ അപ്പം, അരവണ വഴിപാട് നിർമ്മാണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു.